നമസ്കാരം. ഞാൻ പ്രൊഫസർ മാത്യു കോര. വിദേശ വിദ്യാഭ്യാസം എന്ന സ്വപ്നം നമുക്ക് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന വിഷയത്തിൽ നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം. കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാർത്ഥികൾക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനുള്ള അവസരമുണ്ട്. രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എപ്പോഴും നല്ലൊരു വിദ്യാഭ്യാസം, ഉപരിപഠനം കിട്ടുക എന്നുള്ളത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 2-3 കാര്യങ്ങൾ നിങ്ങൾ വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഞാനൊരു മോട്ടിവേഷണൽ ട്രെയിനറും കരിയർ ഗൈഡ് എന്ന നിലയിലും വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നാം ആരായിത്തീരണം, എന്തായിത്തീരണം ജീവിതത്തിൽ എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും തീരുമാനം എടുക്കുന്നതിൽ ഒരു ചാഞ്ചല്യം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ആദ്യം അവരവരുടെ ആപ്റ്റിറ്റ്യൂഡ് അഥവാ ജീവിതത്തിൽ അവരവരുടെ ഇഷ്ടമെന്ത് എന്ന് കൃത്യമായി ഫോക്കസ് ചെയ്ത് ചിന്തിക്കണം. ഞാൻ ജീവിതത്തിൽ ആരായി തീരുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്തായിരിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയായിരിക്കണം സ്ഥിരതാമസം വേണ്ടത്, അത് ഇന്ത്യയിലാണോ വിദേശത്താണോ, വിദേശത്താണെങ്കിൽ അത് ഏത് രാജ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇതെല്ലാം വിവിധ സാഹചര്യങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി തീരുകയില്ല. എന്നാൽ നമ്മളുടെ വിദേശ പഠനമെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു യാത്രയുടെ തുടക്കമായിട്ടാണ് ഈ എപ്പിസോഡ് ഞാൻ കാണുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിദേശ രാജ്യങ്ങളെ 3ആയി തരംതിരിക്കാം. ഒന്ന്, ലോകോത്തരമായ ഡിഗ്രി കിട്ടുന്ന പഠിക്കുവാൻ സൗകര്യമുള്ള രാജ്യങ്ങൾ. പക്ഷേ ആ പഠനത്തിന് ശേഷം നിർബന്ധമായും ആ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. ഇന്ത്യയിൽ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെയും മലയാളികളായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ലോക നിലവാരമുള്ള ഡിഗ്രികളിൽ പഠനം കിട്ടുകയും എന്നാൽ അതോടൊപ്പം തന്നെ സ്ഥിരമായി സന്തോഷമായി ഭാവി ജീവിതം നയിക്കുവാൻ സ്ഥിരതാമസത്തിന് പൗരത്വം ലഭിക്കുന്ന രാജ്യങ്ങളാണ്. ഇതുകൂടാതെ 3ാമതൊരു വിഭാഗം കൂടിയുണ്ട്. അവിടെയും ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള ധാരാളം കോഴ്സുകളുണ്ട്. നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അവിടെ പൗരത്വം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ആ രാജ്യങ്ങൾ പൊതുവെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും 3 തരം രാജ്യങ്ങളായിട്ട് ഞാൻ ഈ ലോക രാജ്യങ്ങളെ തരംതിരിക്കുകയാണ്. പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത്, പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നത് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട്
ധാരാളം വിദ്യാർത്ഥിനികൾ അവരുടെ +2 അഥവാ ഗ്രേഡ് 12 കഴിഞ്ഞാൽ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ഗ്രാജുവേഷനായി പോകുന്ന ഒരു ട്രെൻഡ് ഇന്ന് പുതിയ തലമുറയിൽ ഈ കാലത്ത് ഉണ്ട്. അതുകൂടി മനസ്സിൽ കണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുടക്കമിടുന്നത്. വിദേശ പഠനത്തെക്കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള രാജ്യത്തിലേക്ക് പോകുന്നതായിരിക്കും ഭൂരിപക്ഷം ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിനികളും തിരിച്ചു വരാതെ ജോലി തേടി അവിടെ തന്നെ സ്ഥിര ജീവിതം താമസം എന്ന ഒരർത്ഥത്തിലാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എവർഗ്രീൻ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ 2 പ്രദേശങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 1 യൂറോപ്പ്, 2 അമേരിക്ക. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്. 1, യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളമായി പഠിക്കുവാനുള്ള വിവിധ തരം കോഴ്സുകളുണ്ട്. അമേരിക്ക ഉൾപ്പെടെ 100-ൽ പരം ഈ ലോകത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് നമുക്ക് പറയാവുന്ന ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, കേംബ്രിഡ്ജ് തുടങ്ങുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ 2 പ്രദേശത്താണ്, യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട്. മാത്രമല്ല അവിടെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ പൗരത്വം കിട്ടാനും ജോലി കിട്ടാനും വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് മലയാളികളും ഇന്ത്യക്കാരും ആ രാജ്യങ്ങളിൽ പൗരന്മാരായിട്ട് ഇതിനോടകമുണ്ട്. ശതാബ്ദങ്ങളായി ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ സ്വീകരിക്കുന്നു. ഈ രാജ്യങ്ങൾ പൗരത്വം നൽകുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും വെൽക്കമിങ് 2 രാജ്യങ്ങളാണ് USA-യും യൂറോപ്പും. നിങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്താണ് ഭാവിയിലായിത്തീരുന്നത്, ഡോക്ടറാകണമോ, എഞ്ചിനീയർ ആകണമോ, ഒരു ബിസിനസ്സുകാരനാകണമോ, ഒരു വക്കീലാകണമോ എന്നല്ല, അവരവർക്ക് എന്താണ് ആഗ്രഹം എന്ന് തീരുമാനമെടുക്കുകയും എങ്ങോട്ട് പോകണം എന്ന അതിനനുസരിച്ചുള്ള രാജ്യങ്ങളും കോഴ്സുകളെ കുറിച്ച് തീരുമാനിക്കുകയും പിന്നെ ഓരോ യൂറോപ്യൻ രാജ്യത്തെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചുമുള്ളതായ വിശദമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ചുള്ള അതിൻ്റെ പഠന ചിലവുകളെക്കുറിച്ച്, അഡ്മിഷൻ എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വിശദമായി വരുന്ന എപ്പിസോഡുകളിൽ നാം പ്രതിപാദിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ഈ എപ്പിസോഡിൽ നമുക്ക് യൂറോപ്പും അമേരിക്കയും നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ, ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഡിസയർ എന്താണ് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തത് സന്തോഷപ്രദമായി എന്നും ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിൻ്റായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കൂടുതലോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വിദേശ വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ആശംസിച്ചുകൊണ്ടും വരും എപ്പിസോഡുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് രാജ്യങ്ങൾ ഓരോന്നായി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പ്രത്യാശിച്ചുകൊണ്ടും നിർത്തട്ടെ. നമസ്കാരം.